ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ഹരിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഹരിക്ക് ആ ഒരു ഭാഗ്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഹരി അകത്തേക്ക് കയറി പോകുന്നു. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ വീണ നിൽക്കുന്നുണ്ട്. പോകാൻ നേരം മ്യൂസിക് ഡയറക്ടറും മറ്റും ഹരിയെ വഴക്ക് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്നാൽ വീണ അവിടേക്ക് ഓടിയെത്തി. സാർ, എനിക്ക് ഡയറക്ടർ സാറിനോട് ഒന്ന് സംസാരിക്കണമെന്ന് വീണ പറയുന്നു. സോറി സാർ, അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. സിനിമയെക്കുറിച്ചോ സിനിമയുടെ ബഹുമതികളെക്കുറിച്ചോ അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ആ കവിതയുടെ റൈറ്റ്സ് അല്ലേ വേണ്ടത്? അത് ഞാൻ ഒപ്പിടിപ്പിച്ച് തരാം. കുട്ടിയെക്കുറിച്ച് സാധിക്കുമെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വെറുതെ വേണ്ട, ഒരു കവിത എഴുതുന്നതിന് 40,000 50,000 ഒക്കെയാണ് ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ കവിത എടുത്ത് ഉപയോഗിച്ചത് കൊണ്ട് അതും ഡയറക്ടർ സാറിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം 3 ലക്ഷം രൂപയാണ് ഞങ്ങൾ കൊടുക്കാനായി കൊണ്ടുവന്നത്. ഇത് കേട്ട് വീണ ചോദിക്കുന്നു, 3 ലക്ഷം രൂപയോ? പിന്നെയും ഡയറക്ടർ പറയുന്നുണ്ട്, അതെ, അതല്ലേ ഇദ്ദേഹം പറഞ്ഞത്, ഒരു ഗോൾഡൻ ചാൻസ് ആണെന്ന്. കുട്ടിയുടെ സംസാരം കേട്ടിട്ട് സിനിമയിൽ താല്പര്യമുള്ള ആളാണെന്ന് തോന്നും. വീണ പറയുന്നു, അതെ സാർ, എനിക്ക് ആക്ടിങ്ങിൽ താല്പര്യമുണ്ട്. ഇത് ഞാൻ ചെയ്ത ചില ഫോട്ടോഷൂട്ട്സിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോസൊക്കെ അവരെ കാണിക്കുകയാണ് വീണ. എല്ലാം കണ്ടതിന് ശേഷം അദ്ദേഹം പറയുന്നു, വെരി ഗുഡ്, നല്ല ഫീച്ചേഴ്സ് ആണല്ലോ, ഫോട്ടോസൊക്കെ നന്നായിട്ടുണ്ട്. മോളുടെ പേര് വീണ എന്ന് വീണ പറയുന്നു. ആഹാ, ഗുഡ് നെയിം. വീണ പറയുന്നു, സാർ, നിങ്ങൾ തേടിയെത്തിയത് ഹരിയേട്ടനെയാണ്. പക്ഷേ ഞാനത് എനിക്ക് വന്ന ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഹരിയേട്ടൻ്റെ കവിത ഒരു പ്രതിഫലവുമില്ലാതെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു തരാം. പകരം എനിക്ക് സാറിൻ്റെ പടത്തിൽ ഒരു വേഷം തരാൻ പറ്റുമോ? ഇത് കേട്ട് മറ്റൊരാൾ പറയുന്നു, ഇത് കൊള്ളാലോ ഡയറക്ടർ സാറേ, തേടി വന്നത് ഒരു കാര്യം, തടഞ്ഞത് മറ്റൊരു കാര്യം. നമ്മുടെ അനാമികയുടെ ക്യാരക്ടർ വേറെ ആരെയും ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഡയറക്ടർ പറയുന്നുണ്ട്. വീണ ഓക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നുണ്ട്. സാറിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. താങ്ക് യു സാർ, എങ്കിൽ ഹരിയേട്ടന് ഒപ്പിടേണ്ട എഗ്രിമെന്റ് തന്നോളൂ. 1-2 ദിവസത്തിനുള്ളിൽ ഞാനത് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കാം. എന്നിട്ട് ആ തുകയും കൊടുക്കുന്നു. പറഞ്ഞത് പ്രകാരം 3 ലക്ഷം രൂപയുണ്ട്. സിനിമയിൽ ഒരു പ്രധാന വേഷമെന്നും പറയുന്നു. എൻ്റെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു തന്നതിൽ സന്തോഷമുണ്ട്. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ സാർ എന്ന് പറഞ്ഞ് വീണ പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറയുന്നു, വീണ, വിശ്വാസക്കുറവ് കൊണ്ടല്ല കേട്ടോ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളുണ്ട് കേട്ടോ, അതുകൊണ്ട് പണം കൈപ്പറ്റിയിരിക്കുന്നു എന്ന് ഒരു എഗ്രിമെന്റ് വീണ ഒപ്പിട്ട് തരണം. വെറുതെ ഒരു ചടങ്ങിന്, അത്രയേ ഉള്ളൂ. എന്താ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കുന്നു. ഏയ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല സാർ എന്ന് വീണയും പറയുന്നു. അങ്ങനെ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യിപ്പിക്കുകയാണ് വീണയെ കൊണ്ടവർ. ഒന്ന് ആലോചിച്ചതിന് ശേഷം വീണ ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ വീണ, അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് സിനിമയുടെ സെറ്റിൽ വെച്ചായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. വീണ അവിടുന്ന് പോയതിനു ശേഷം അവർ തമ്മിൽ സംസാരിക്കുന്നു. ആ പെങ്കുച്ചി നമ്മളെ പറ്റിക്കുവോ സാറേ? നിങ്ങളെയോ? എങ്കിൽ പിന്നെ ഇവരുടെ കുളം തോണ്ടില്ലേ, നമുക്ക് നമ്മുടെ കാര്യം നടന്നില്ലേ? സാറ് വണ്ടി കയറ് എന്ന് അവർ 3 പേരും സംസാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജീവനാണെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയിൽ നിൽക്കുന്നു. മനുവും നിത്യയും സംസാരിച്ചതിനെ പറ്റിയാണ് വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നതും. സുജാത തന്റെ കരണത്തടിച്ചതിനെ പറ്റിയും ആലോചിക്കുന്നു. അവിടേക്ക് ഫോണുമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരികയാണ് നിത്യ. വിളിക്ക്, ചെറിയച്ഛനെ വിളിക്ക്, എന്നിട്ട് സ്പീക്കർ ഫോണിലിടെ വിളിക്ക് എന്നൊക്കെ ഇങ്ങനെ ജീവൻ നിത്യയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം ശിവാനന്ദൻ വീട്ടിലെത്തിക്കഴിഞ്ഞു, ഡിസ്ചാർജായി. ആ സമയത്താണ് നിത്യയുടെ കോള് വരുന്നത്. ശ്രുതിയാണ് ആ കോൾ എടുക്കുന്നത്. ഹലോ നിത്യേച്ചി എന്ന് പറഞ്ഞിങ്ങനെ സന്തോഷത്തോടെ ശ്രുതി സംസാരിക്കുമ്പോൾ അവരുടെ മുന്നിൽ കരയാതെ പിടിച്ചു നിൽക്കുകയാണ് നിത്യ. എന്നിട്ട് പറയുന്നു, ചെറിയച്ഛന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. ഡിസ്ചാർജായി, വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉച്ച കഴിഞ്ഞു എന്നൊക്കെ ശ്രുതി ചോദിച്ചപ്പോൾ നിത്യ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. ഇപ്പോൾ കുഴപ്പമില്ല ചേച്ചി, ഇത് ഇനിയിപ്പോൾ അതാലോചിച്ച് ടെൻഷൻ ആകണ്ട, ഞാൻ അച്ഛന് കൊടുക്കാമെന്ന് പറഞ്ഞ് ശ്രുതി ശിവന്റെ കയ്യിൽ ഫോൺ കൊടുത്തു. മോളെ, ഇന്നലെ മോള് വന്ന് കുറച്ചു നേരം ചെറിയച്ഛൻ്റെ കൂടെ ഇരുന്നില്ലേ? ആശുപത്രിക്കാർ തന്ന മരുന്നിനേക്കാൾ കൂടുതൽ അതാണ് ഫലിച്ചത്. രാവിലെ ഡോക്ടർ വന്നപ്പോൾ അത് പറയുകയും ചെയ്തു, പെട്ടെന്ന് ഓക്കെ ആയല്ലോ എന്ന് ശിവാനന്ദൻ പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു, അതറിയാനാ ചെറിയച്ഛൻ ഞാൻ വിളിച്ചത്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നിത്യ ഫോൺ വെക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോഴാണ് ജീവന് കാര്യം മനസ്സിലായത്. ഇതിനിടയിൽ ശിവൻ ചോദിക്കുന്നുണ്ട്, മോളുടെ ശബ്ദം എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിത്യ ഫോൺ വെച്ചു. എന്തോ ഒരു സംശയം തോന്നുകയാണ് ശിവാനന്ദന്. ഫോൺ വെച്ചതിന് ശേഷം നിത്യ പറയുന്നു, ഇപ്പൊ വിശ്വാസമായോ? പൊയ്ക്കോ എന്ന് ജീവൻ നിത്യയോട് പറയുന്നു. നിത്യ പോകാൻ തുടങ്ങിയപ്പോൾ നിൽക്ക്, കൈ പൊള്ളിയത് ആരെയും കാണിക്കാൻ നിൽക്കണ്ട എന്ന് ജീവൻ പറഞ്ഞപ്പോൾ നിത്യ കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു, കയ്യിനേക്കാൾ വലിയ പൊള്ളല എൻ്റെ മനസ്സിനെ ഏറ്റിരിക്കുന്നത്. ആരും അറിയാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം, പക്ഷേ ഒരുപാട് മനക്കണ്ണി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. ഒരു പാവപ്പെട്ട അച്ഛൻ്റെ പാവപ്പെട്ട മോളാണ്.
എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിത്യ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ജീവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പറയാണ്, ചെറിയച്ഛൻ്റെ അടുത്ത് പോയതും വിശേഷം അന്വേഷിച്ചതും അവള് പറഞ്ഞു. പക്ഷെ മനുവിനെ കണ്ടതും മാത്രം അവള് പറഞ്ഞില്ല. അതെന്തിനാ അവള് മറച്ചു വെച്ചത്? അത് അവള് മറച്ചു വെക്കണമെങ്കിൽ അതിൽ എന്തോ ഉണ്ടല്ലോ. ഞാൻ അവളെ അത്രയേറെ വിശ്വസിച്ചതല്ലേ. പിന്നീട് കാണിക്കുന്നത് സദാനന്ദൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. അരികിൽ ശിവാനന്ദൻ ഇങ്ങനെ ടെൻഷനോടെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. നിത്യ സംസാരിച്ചതിനെ പറ്റിയാണ്, നിത്യയുടെ സംസാരത്തിലെ ഇടർച്ചയെ പറ്റിയാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. എന്നാൽ ഇത് ശ്രദ്ധിച്ച് ശ്രുതി ചോദിക്കുകയാണ് ശിവാനന്ദനോട്, അച്ഛൻ എന്തായി ആലോചിക്കുന്നത്? നിത്യേച്ചിയോട് സംസാരിച്ചല്ലേ, എനിക്കൊരു വ്യത്യാസവും തോന്നിയില്ലല്ലോ. അതല്ല മോളെ, പെട്ടെന്ന് നിത്യമോള് അങ്ങനെ കട്ട് ചെയ്തപ്പോ, എടാ അത് ചിലപ്പോ നിന്നോട് സംസാരിക്കുന്നത് അവിടെ ആരും കേൾക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കുമെന്ന് സദാനന്ദൻ. അല്ല ഏട്ടാ, എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല, നിത്യമോൾക്ക് അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് ശിവാനന്ദൻ പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ടുവന്ന നളിനി ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? അവളെ ആരെങ്കിലും ദ്രോഹിച്ചോ? ആഹാ, എന്നാ പിന്നെ അതൊന്ന് ചോദിക്കണമല്ലോ. ഏട്ടനൊന്ന് എണീറ്റേ, നമുക്ക് ഇപ്പൊ തന്നെ ചോദിക്കണം. എന്നാൽ ഇത് കേട്ട് ശിവാനന്ദൻ പറയുന്നു, നീ എന്തറിഞ്ഞിട്ടാ നളിനി ഈ പറയുന്നത്? അതെ, കല്യാണത്തിന് മുമ്പ് നിത്യേശ്വരി ഞാൻ തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കരുതി. അവൾ നമ്മുടെ കൊച്ചല്ലേ, അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വേറെ ആരാ ചോദിക്കുന്നത്? അല്ലെങ്കിലും ഈ കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് പെൺപിള്ളരെ കെട്ടിച്ചു കൊടുത്താൽ ഇവിടെ ഇരുന്ന് ഒരുക്കി തീരാനേ പറ്റൂ. സദാനന്ദൻ ദേഷ്യത്തോടെ നളിനിയോട് സംസാരിക്കുന്നുണ്ട്. നളിനി, നീ നനഞ്ഞിടം കുഴയ്ക്കേണ്ട, തൽക്കാലം നിത്യമോൾക്ക് അവിടെ ഒരു പ്രശ്നവുമില്ല. ഇനി അവളെ ചൊല്ലി ഞങ്ങൾക്കൊരു വേവലാതിയുമില്ല. ഒരിക്കൽ ഇതുപോലെ സ്നേഹിച്ച ഒന്നിച്ച് ജീവിച്ചവരാണ് നമ്മൾ. പിന്നെ തമ്മിൽ തല്ലി അത് വീണ്ടും ഉണ്ടാവരുത്. കുത്തിത്തിരിപ്പ് എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലുണ്ടായാൽ അത് എന്നേക്കുമായുള്ള പുറത്തേക്കുള്ള വഴിയാണ്, മറക്കണ്ട എന്നും സദാനന്ദൻ നളിനിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ദേഷ്യത്തോടെ ശിവനെ ഒന്ന് നോക്കിയിട്ട് നളിനിയും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ സമയം നിത്യ ഒരു ഭാഗത്ത് ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ മോളെ എന്ന് പറഞ്ഞ് സുജാത അവിടേക്ക് വന്നു. ഞാൻ എവിടേക്ക് നോക്കി മോളെ, എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് സുജാത ചോദിച്ചപ്പോൾ അതൊന്നുമില്ലമ്മേ, വെറുതെ എന്നൊക്കെ നിത്യ പറയുന്നുണ്ട്. മോളെ, ജീവിതത്തിലെ സുഖദുഃഖങ്ങളെക്കുറിച്ച് മോൾക്കറിയാവുന്നതല്ലേ. സന്തോഷത്തിൻ്റെ കൂടെ സങ്കടങ്ങളും ദൈവം മനുഷ്യർക്ക് തന്നിട്ടുണ്ട്. ദേവി ദേവന്മാർക്ക് പോലും വിഷമത്തിൻ്റെ കാര്യങ്ങൾ വന്നിട്ടില്ലേ? നമ്മളത് മനസാന്നിധ്യം കൊണ്ട് മറികടക്കണമെന്നാണ് അവിടേക്ക് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ മോള് ദുഃഖിച്ചിരിക്കേണ്ട. എന്തെങ്കിലും സങ്കടം തോന്നിയാൽ അമ്മയുടെ അടുത്തേക്ക് വരുമോ? ഓക്കെ, നമുക്ക് മാറ്റിയെടുക്കാം. ഇതുവരെ സംഭവിച്ചത് എൻ്റെ മോള് വിട്ടുകളഞ്ഞേക്കേ. ഇത് കേട്ട് നിത്യ പറയുന്നു, കുഴപ്പമില്ലാമേ, അമ്മ ഉണ്ടല്ലോ എന്നെ ആശ്വസിപ്പിക്കാൻ. അങ്ങനെ സുജാത നിത്യയും കൂട്ടി കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അതെ, ഞാനൊരു പുതിയ കറി വെച്ചു, എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിയേ. ഇതുവരെ ഞാനിവിടെ പരീക്ഷിക്കാത്തതാണ് എന്നൊക്കെ സുജാത പറയുകയും അതിൽ നിന്ന് കുറച്ചെടുത്ത് നിത്യയുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് വലത് കൈ കാണിക്കാതെ ഇടത് കൈ കാണിക്കുകയാണ് നിത്യ. അങ്ങനെ ആ കൈയിലേക്ക് സുജാത ആ കറി ഒഴിച്ചു കൊടുത്തു. അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നിത്യ. എന്നിട്ട് വളരെ നന്നായിട്ടുള്ളതും പറയുന്നുണ്ട്. ഈ കറിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാനും എൻ്റെ അമ്മായിയമ്മയും തമ്മിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത് ഈ കറിയാണെന്ന് സുജാത പറയുന്നു. അതെന്താണ് കാര്യമെന്ന് നിത്യ. കല്യാണം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ അടുക്കളയിൽ അമ്മയുടെ ഭരണമായിരുന്നല്ലോ. ഒരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ ഞാനൊരു കറി വെച്ചു, ഇതേ കറി. രഘുവേട്ടൻ അത് സന്തോഷത്തോടെ കഴിച്ചു എന്ന് മാത്രമല്ല ഒരുപാട് പുകഴ്ത്തി പറയുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഇത്രയും രുചിയുള്ള ഭക്ഷണം ഇന്നുവരെ കഴിച്ചിട്ടില്ല എന്ന്. അമ്മയ്ക്ക് ദേഷ്യം വരാൻ വേറെ വല്ലതും ഉണ്ടോ? അന്നത്തോടെ ഈ കറി വെക്കൽ അവസാനിച്ചു. പിന്നെ 1-2 വട്ടം വെച്ചിട്ടുണ്ട്. രഘുവേട്ടൻ വല്ലാണ്ട് നിർബന്ധിച്ചപ്പോൾ. ആണുങ്ങള് പാവങ്ങളാണ്. മനസ്സറിഞ്ഞുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ വിഭവം മതി അവരെ നമ്മളെ പുകഴ്ത്താനും സ്നേഹിക്കാനും. ജീവൻ ഇന്ന് വരെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഉണ്ടാക്കുന്ന ടേസ്റ്റാണ്. ഇനി വേണമെങ്കിൽ മോള് എന്നോടൊന്ന് മത്സരിച്ചോ. എന്നിട്ട് എൻ്റെ മോനെ അങ്ങ് പൂർണ്ണമായി തട്ടിയെടുത്തോ എന്ന് സുജാത. ഇത് കേട്ട് നിത്യ പറയുന്നു, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അമ്മയെ കൊണ്ട് മാത്രമേ കഴിയൂ. എത്ര നന്നായിട്ട് അമ്മ ജീവിതം കൈകാര്യം ചെയ്യുന്നത്. എനിക്കിതാണ് അമ്മയുടെ അടുത്ത് നിന്ന് പഠിച്ചെടുക്കേണ്ടത് എന്ന് നിത്യ പറയുന്നു. പറയാൻ മറന്നു, ഉച്ചയ്ക്ക് കഴിക്കാൻ സാറേ മനുവിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇത് കേട്ട് നിത്യ പറയുന്നു, ആണോ? എന്നാൽ ഞാനും സഹായിക്കാമേ, നമുക്ക് എന്തെങ്കിലും കൂടി ഉണ്ടാക്കാം. ചെയ്യാലോ. അതിനു മുമ്പ് എൻ്റെ കുട്ടിയുടെ മനസ്സ് നേരെയായോ എന്ന് സുജാത ചോദിക്കുമ്പോൾ നിത്യ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇപ്പോൾ ഓക്കെ ആയെന്ന്. സത്യം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വീണ തന്നെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ടേബിളിന്റെ അരികിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. അതിശയത്തോടെ അമ്മാവൻ അത് വന്നിങ്ങനെ നോക്കുകയാണ്. വീണ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താ വെച്ചാ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ച് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വീണ പറയുന്നു, എത്ര ദിവസമെന്ന് വെച്ചാൽ ഹരിയേട്ടനെയും അച്ഛനെയും ബുദ്ധിമുട്ടിക്കുന്നത്. ഇനി കഞ്ഞിയും കറിയും ഞാൻ ഉണ്ടാക്കിയോളാം. ഒരുപാട് ചിന്തിച്ചെടുത്ത തീരുമാനമാണ്. ഞാനായിട്ട് ആരുടെയും സമാധാനം കളയുന്നില്ല. ഹരിയേട്ടൻ വരാറായോ എന്ന് ചോദിക്കുന്നു. അവൻ മുന്നിലുണ്ടെന്ന് പറയുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം വിളമ്പാം, അച്ഛനോട് ഹരിയേട്ടനോട് പറഞ്ഞോളൂ എന്ന് വീണ പറയുന്നുണ്ട്.
അമ്മാവൻ വീണയോട് പറയുന്നു, മോളെ നീ നന്നായി ജീവിച്ചാൽ അതിൽ പരം സന്തോഷം അച്ഛന് വേറെയൊന്നുമില്ല. പക്ഷേ നിന്റെ പല തരത്തിലുള്ള മാറ്റം അച്ഛൻ കണ്ടിട്ടുള്ളതാണ്. അച്ഛനെ സംശയമല്ലേ, അത് ഞാൻ മാറ്റി തന്നിരിക്കാം. എനിക്ക് എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ അറിയണ്ട, എൻ്റെ പ്രവൃത്തിയിലൂടെ അറിഞ്ഞാൽ മതിയെന്ന് വീണ പറയുന്നു. ശരി മോളെ, ഞാൻ ഹരിയോടൊന്ന് പറയട്ടെ എന്ന് അമ്മാവൻ. അങ്ങനെ അമ്മാവൻ അവിടുന്ന് പോയ സമയം വീണ അതിനെപ്പറ്റി ആലോചിക്കുന്നു. എന്നാൽ വീണയുടെ മാറ്റമല്ല ഇത് വീണയുടെ ഒരു അഭിനയം മാത്രമാണ്. ആ സമയത്ത് മുറ്റത്ത് ജോലിയൊക്കെ ചെയ്ത് ഹരി അകത്തേക്ക് വരികയായിരുന്നു. അമ്മാവൻ അവിടേക്ക് വന്നപ്പോൾ ഹരി പറയുന്നു, ഞാൻ അടുക്കളയിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. അതിന് അടുക്കളയിൽ നമ്മുടെ രണ്ടുപേരുടെയും ആവശ്യമൊന്നും ഇല്ലെന്നേ. അപ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിക്കേണ്ടതെന്ന് ഹരി ചോദിച്ചപ്പോൾ അമ്മാവൻ പറയുന്നു, നീ പോയിന്ന് നോക്ക്, അവിടെ ചോറും കറിയും എല്ലാം റെഡിയാണ്. എല്ലാം വീണയുണ്ടാക്കിയതാടാ. വീണയുണ്ടാക്കിയോ എന്ന് അതിശയത്തോടെ ഹരി ചോദിക്കുന്നുണ്ട്. നീ ഒന്ന് ചെന്ന് നോക്ക് അവിടെ എന്താ സംഭവിച്ചെന്ന്. സത്യം പറഞ്ഞ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയടാ. പെടുന്നെന്താ അങ്ങനെ ഒരു തീരുമാനമെന്ന് ഹരി പറഞ്ഞപ്പോൾ അമ്മാവൻ പറയുന്നു, ഞാൻ അത് അവളോട് ചോദിച്ചിരുന്നു. അവളുടെ മനംമാറ്റം വിശ്വാസം വന്നില്ലെങ്കിലും ഞാൻ ഇങ്ങനെ നടക്കുമെന്നൊക്കെയാണ് അവൾ പറഞ്ഞത് എന്നൊക്കെ അമ്മാവൻ ഹരിയോട് പറയുന്നുണ്ട്. എന്തായാലും നോക്കാം, അമ്മാവൻ വാ എന്ന് പറഞ്ഞ് ഹരിയും അമ്മാവനും അകത്തേക്ക് വരുന്നുണ്ട്. എടാ ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് വിശ്വാസമായില്ലല്ലോ, അതേ നോക്കിയേ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തുറന്ന് കാണിക്കുകയാണ് അമ്മാവൻ. എനിക്ക് ഹരിയേട്ടാ ഞാൻ വിളമ്പിത്തരാം എന്ന് വീണ ഹരിയോട് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കഴിക്കാനിരുന്നു. അതിശയത്തോടെയാണ് ഹരിയും അമ്മാവനും വീണയെ നോക്കുന്നത്. രണ്ടുപേർക്കും പ്ലേറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ് വീണ. എല്ലാം നന്നായിട്ട് ഉണ്ടാവണമെന്നില്ല, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇനി മുതൽ കറി ഉണ്ടാക്കുമ്പോൾ ഹരിയേട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി, ഞാൻ പെട്ടെന്ന് പഠിച്ചോളാമെന്ന് വീണ പറയുന്നു. ഹരിയും അമ്മാവനും അത് കഴിച്ചു. കൊള്ളാലോ എന്ന് അമ്മാവൻ പറയുന്നു. അത് വേണ്ട, എന്തെടുത്ത് വായി വെച്ചാലും നന്നായിട്ടുണ്ടെന്ന് പറയണ്ട, എന്തെങ്കിലും കുറ്റാക്കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്കത് തിരുത്താൻ സാധിക്കുമെന്ന് വീണ പറയുന്നു. അമ്മാവൻ വെറുതെ പറഞ്ഞതല്ല, സ്വാദുണ്ടെന്ന് ഹരിയും പറയുന്നു. ഇവിടെ നീ കൂടി ഇരിക്കുമ്പോൾ എന്ന് അമ്മാവൻ. ഇന്ന് വേണ്ട, നിങ്ങൾ രണ്ടുപേരും മത്സരിച്ച് എനിക്ക് ഒരുപാട് വിളമ്പിത്തന്നതിൻ്റെ കടം എനിക്ക് വീട്ടണം, നാളെ മുതൽ ഞാൻ ഒപ്പം ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് വീണ രണ്ടുപേർക്കും വീണ്ടും വിളമ്പി കൊടുക്കുകയാണ്, നിർബന്ധിച്ച് കൊടുക്കുന്നു. ഇനി ഇതുപോലെ ഹരിയേട്ടനെ ഞാൻ ഇന്ന് വെച്ച് വിളമ്പി തന്നോളാമെന്നും വീണ പറയുന്നു. ഇതൊക്കെ കണ്ട് അമ്മാവൻ്റെ കണ്ണ് നിറയാണ്. എന്താ അച്ഛാ ഇത്, ഊണിന് മുന്നിൽ ഇരുന്ന് കരയുവാണോ എന്ന് വീണ. ഒന്നുമില്ല മോളെ, വല്ലാണ്ട് സന്തോഷം വരുമ്പോൾ ഈ കണ്ണുനീര് ചാടി വരുമല്ലോ, ഇല്ലേടാ അത്രയേ ഉള്ളൂ എന്നൊക്കെ അമ്മാവനും പറയുന്നു. എന്നാൽ ഇതേ സമയം നിത്യയാണെങ്കിൽ പാചകം ചെയ്യുകയാണ്. കൈ വയ്യാത്തത് കൊണ്ട് പാചകം ചെയ്യാൻ സാധിക്കുന്നില്ല. വെണ്ടയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കൈ കൊണ്ട് ഇങ്ങനെ കത്തിപ്പിടിക്കാൻ പോലും നന്നായിട്ട് കഴിയുന്നില്ല നിത്യയ്ക്ക്. സുജാതയും അവിടെ നിൽക്കുന്നു. സാധനങ്ങളുമായി ശരവണൻ അവിടെ എത്തി. ശരവണനോട് പറയുന്നു, എല്ലാ സാധനങ്ങളും അപ്പോൾ വാങ്ങിച്ചു വെച്ചാൽ പിന്നെ എപ്പോഴും കടയിലേക്ക് പോകണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ശരവണനോട് സംസാരിക്കുന്നു. അതിനിടയിൽ ശരവണൻ രണ്ടുപേരോടും ചോദിക്കുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ശരവണൻ അവിടെ നിന്ന് പോയി. ആ സമയം നിത്യയോട് ആ തേങ്ങ പൊട്ടിക്കാൻ സുജാത പറയുന്നു. എന്നാൽ ആ വാക്കത്തി എടുക്കാൻ നിത്യയ്ക്ക് കഴിയുന്നില്ല. എന്താ മോളെ, എന്ത് പറ്റിയെന്ന് സുജാത ചോദിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.